ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഖൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് 11-ന് പരിഗണിക്കും. പാലിക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി വീണ്ടും നാളെ പരിഗണിക്കും. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു. കോതപ്പറമ്പ് സെന്ററിന് സമീപമാണ് റോഡ് നടുകെ പിളർന്നത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് യാത്രക്കാർ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. പവന് 80,000 കടന്ന് സ്വർണ്ണവില. ഗ്രാമിന് 10,110 രൂപയും പവന് 80,880 രൂപയിലും എത്തി. 33 മാസത്തിനിടയിൽ ഒരു പവന് വർദ്ധിച്ചത് 40,840 രൂപ. നമസ്കാരം. വാർത്തകൾ വിശദമായി. വലപ്പാട് പോലീസിനെതിരെ മർദ്ദന പരാതിയുമായി നാട്ടിക സ്വദേശി ചളിങ്ങാട് വീട്ടിൽ അജിത് കുമാറും കുടുംബവും രംഗത്ത്. കള്ളപ്പരാതിയിൽ മകൻ രാം സരോജിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായും അജിത് കുമാർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രാം സരോജ് പ്രണയത്തിലായിരുന്ന സമീപവാസിയായ പെൺകുട്ടിയുമായി ചെന്നൈയിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് വെച്ച് പിടികൂടിയിരുന്നു. തുടർന്ന് വലപ്പാട് സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷൻ SI ആയിരുന്ന എബിനും ഭരതൻ എന്ന പോലീസുകാരനും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി രാം സരോജ് ആരോപിച്ചു. ജൂൺ 23-ന് സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്ര പോകുന്നതിനിടെ സ്നേഹതീരത്ത് വെച്ച് SI എബിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഇവർ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാം സരോജ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തന്നെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും രാത്രി 2:30 വീട്ടിൽ പരിശോധനയ്ക്ക് പോലീസ് വന്നതായും ദൃശ്യങ്ങളടക്കം കാണിച്ച് അജിത് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറായിരുന്ന സുഖൈറിനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഡ്വക്കേറ്റ് സിബി രാജീവ് മുഖേന സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ ഇല്ലാത്തതിനാൽ സുഖൈറിനെ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ സുജിത് നൽകിയ മൊഴിയിൽ സുഖൈർ ആക്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി കോടതി കേസ് 11-ാം തീയതിയിലേക്ക് മാറ്റി. പോലീസുകാരുടെ മർദ്ദനത്തിൽ കർണപടം പൊട്ടിയ സാഹചര്യത്തിൽ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച കോടതിയിൽ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്ന് സുജിത് പറഞ്ഞു. അന്യായം ഫയൽ ചെയ്യുന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായി കൊണ്ടാണ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളതായിട്ടുള്ള വ്യക്തികൾ സുജിത്തിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ അന്യായം ഫയൽ ചെയ്യുമ്പോൾ മറ്റൊരു പ്രതിയെ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹമാണ് അന്നത്തെ ഡ്രൈവർ, ജീപ്പിൻ്റെ ഡ്രൈവർ. ആ ജീപ്പിൻ്റെ ഡ്രൈവർ ക്രൂരമായി പെരുമാറിയത് CCTV ദൃശ്യങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കോടതി ഈ സുഹൈർ എന്ന് പറയുന്ന 5-ാം പ്രതിയെ കൂട്ടിച്ചേർക്കാതിരുന്നത്. പക്ഷെ ഇന്ന് ആ ദൃശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ആ ദൃശ്യം ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ആ ദൃശ്യം പരിശോധിക്കുന്നതിന് വേണ്ടി കോടതി കേസ് മാറ്റിവെച്ചിട്ടുള്ളതാണ് അടുത്ത ദിവസത്തേക്ക്. അതിൽ നോൽക്കാൻ പോകുന്നത് 11-ാം തീയതിയിലേക്ക്. അതിൽ 30 അടി കാലിൽ അടിച്ചത് ഈ ഡ്രൈവറാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തെളിവുകൾ ഹാജരാക്കാൻ പോകുന്നു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ 4 പോലീസുകാരെ പുറത്താക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചാണ് ബഹളത്തിനിടയാക്കിയത്. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജു C. ബേബി, ഷാജി ആലിക്കൽ എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 7 ദിവസത്തിന് മുൻപ് സമർപ്പിക്കുന്ന അജണ്ടകൾ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് ചെയർപേഴ്സൺ സീതാര രവീന്ദ്രൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രിയ സുജിത്തിനെ
ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയുമാണ് ടോൾ പിരിവ് മരവിപ്പിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ദേശീയപാത 66 കോതപ്പറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത്. ഗതാഗത കുരുക്കിലേറെ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ്. യന്ത്രസഹായത്തോടെ മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്ന റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിശകലനം ചിലപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർവീസ് റോഡ് പൊളിഞ്ഞാടിയ അവസ്ഥയിലാണ്. വളരെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് ഇവിടെ പണി മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ റോഡിൻ്റെ സൈഡടക്കം ഇടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത്. കോതമംഗലത്തെ സംബന്ധിച്ചോളം വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ വാഹനങ്ങൾക്ക് പോകാൻ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കാതെയാണ് ഇങ്ങനെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് KSU പ്രവർത്തകരുടെ വീടുകളിൽ അർദ്ധരാത്രി പോലീസ് കയറി ഭീഷണി മുഴക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് പുഴപ്പാലത്തിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി. പോലീസ് മുന്നറിയിപ്പ് ബാനർ പുറത്തെടുത്തതോടെ പ്രവർത്തകർ ബാനർ കീറി വലിച്ചെറിഞ്ഞു. ഇതോടെ പോലീസും KSU പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളുമായി. തുടർന്ന് സമരത്തിൽ പങ്കെടുത്തവരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. KSU മാർച്ചിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അർദ്ധരാത്രിയിൽ പ്രവർത്തകരുടെ വീട് കയറി പോലീസ് ഭീഷണി മുഴക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. സംഘർഷത്തിനിടെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ കാലിലൂടെ പോലീസ് ജീപ്പ് കയറ്റിയെന്നും പ്രവർത്തകർ ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, ആദിത്യൻ കാഞ്ഞങ്ങാട്, അഹ്സാൻ ഷെയ്ഖ്, സാരംഗ് തിരുവല്ലോമല എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. സ്വർണ്ണവിലയിൽ പവന് 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയിലെത്തി. 1 ഗ്രാമിന് 10,110 രൂപയാണ് ഇന്നത്തെ വില. സ്വർണ്ണവില അനുദിനം വർദ്ധിക്കുകയാണ്. 2028 ഡിസംബർ 29-ന് 5,005 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. അന്ന് ഒരു പവന്റെ വില 40,040 രൂപയായിരുന്നു. 33 മാസത്തിനുള്ളിൽ 40,840 രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത്. സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കൾ കാണുന്നതാണ് വിലവർദ്ധനവിന്റെ പ്രധാന കാരണം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്രയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട് മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊള്ളഞ്ഞൂർ തറയിൽ ഫ്രാൻസിസിന്റെ മകൻ 46 വയസ്സുള്ള ടോണിയാണ് മരിച്ചത്. പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ച് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് സംഭവം. പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് മിനി ലോറിക്ക് പിന്നിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. പീച്ചി പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. ഇരിങ്ങാലക്കുട ഞവരിക്കുളത്തിൽ 60-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുപ്പശ്ശേരി ചെതലൻ
ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ കുളിക്കാൻ വന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുലിഭീതി ഒഴിയാതെ പാലപ്പിള്ളി മേഖല. കഴിഞ്ഞ ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. വനമേഖലയോട് ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി പുലിയാക്രമണം ഉണ്ടാകുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന ആവശ്യത്തോട് വനം വകുപ്പ് മുഖം തിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തുടർച്ചയായി 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത്. ഇന്ന് പുലർച്ചെയോടെ 15ാം ഡിവിഷനിലെ ചേപ്പലക്കാട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ ആനപ്പേടി കാരണം ജോലി ചെയ്യാതെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 17ാം ഡിവിഷനിലെ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് സമീപവും കാട്ടാനകൾ എത്തിയിരുന്നു. കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ തെക്കുംകര പഞ്ചായത്തിലെ 16ാം വാർഡ് പനങ്ങാട്ടുകരയിൽ ക്രമക്കേട് നടത്തിയതായാണ് പരാതി. 30ഓളം പേരുടെ വോട്ടുകൾ മരിച്ചുപോയവർ എന്ന നിലയിൽ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിമാറ്റിയതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കളായ K ചന്ദ്രശേഖർ, VR ശ്രീകാന്ത്, അക്സാൻ ഷെയ്ഖ്, വിജോയ് കുറ്റിക്കാടൻ എന്നിവർ അറിയിച്ചു. ബന്ധപ്പെട്ട് CPM ഭരിക്കുന്ന തെക്കുംകര പഞ്ചായത്തിൽ 16ാം വാർഡ് പനങ്ങാട്ടുകരയിൽ വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. അബൂബക്കർ എന്ന ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ്. എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മറുകരയായ മുനമ്പത്തെ നിയമ തടസ്സങ്ങൾ പാലം എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയും റവന്യൂ വകുപ്പും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ സർക്കാരിന് അനുകൂലമായ വിധിയുണ്ടായതോടെ പാലം പണിയിലുണ്ടായിരുന്ന തടസ്സം ഒഴിയുകയാണ്. പുതിയ സാഹചര്യത്തിൽ പാലം നിർമ്മാണം കൂടുതൽ വേഗത്തിലാക്കുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. നിലവിൽ അഴീക്കോട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കും. പുഴയിൽ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടരുകയാണ്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഭരണ തകർച്ച ആരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. തകർന്ന റോഡിൽ വാഴ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ഖർ അലി തങ്ങൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. NB ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, PK ഹംസക്കുട്ടി, MB സൈദു, മുഹമ്മദ് റഷീദ്, മതിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സുഹൃത്തുക്കളെ,
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, ജില്ലാ സെക്രട്ടറി ഉഷ പ്രസന്നകുമാർ, ജില്ലാ പ്രസിഡന്റ് M ഗിരിജാകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത എന്നിവർ സംസാരിച്ചു. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെയുള്ള റോഡിന് ഇരുവശവും തഴച്ചു വളർന്ന പൊന്തക്കാട് ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെ പാടശേഖരത്തിന് മധ്യേയുള്ള 2 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡാണ് ഇരുവശവും പൊന്തക്കാട് വളർന്നതുമൂലം അപകട ഭീഷണി ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ജീവഹാനി സംഭവിച്ചിരുന്നു. ഈ റോഡിൽ അപകടങ്ങളും ജീവഹാനിയും പതിവാവുകയാണ്. മെക്കാഡം ടാറിംഗ് നടത്തിയ ഈ റോഡിൽ ഇരുവശത്തു നിന്നും പുല്ലും പാഴ്ചെടികളും വളർന്ന് റോഡിന്റെ വീതി ഇല്ലാതായിരിക്കുന്നതാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. ഇരുവശത്തെയും പുല്ലും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കുകയാണെങ്കിൽ റോഡിന്റെ ഓരോ വശത്തും 1 മീറ്ററെങ്കിലും വീതി കൂടുതലായി ലഭിക്കും. പള്ളിപ്പുറം ആലപ്പാട് റോഡാണിത്. പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം 2 ബസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സൈഡ് കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണിത്. പിന്നെ ഈ പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം കണ്ടമാനം വേസ്റ്റ് മാലിന്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് പലരും കൊണ്ട് തള്ളുന്നുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങൾ കാലത്ത് നടക്കാൻ വരുന്ന വഴി കൂടിയാണ്. ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൈഡിൽ കൂടെ നടന്നു പോകാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന കാരണം ഞങ്ങൾക്ക് സൈഡ് കിട്ടണില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ആരാണെങ്കിൽ ഈ 2 സൈഡിലുള്ള പൊന്തക്കാടുകൾ നീക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഒരു നാട്ടുകാരനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പൊന്തക്കാട്ടിലേക്ക് പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കിയ മാലിന്യം തള്ളുന്നതും ഇവിടെ പതിവാണ്. റോഡരികിൽ നടക്കാനുള്ള സ്ഥലം മുഴുവൻ പൊന്തക്കാട് നിറഞ്ഞതുമൂലം കാൽനടക്കാരും അപകട ഭീഷണി നേരിടുകയാണ്. പാറളം, ചാഴൂർ എന്നീ പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി സുഗമമായ ഗതാഗതം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. പാലരുവി എക്സ്പ്രസിന് ചാലക്കുടിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബെന്നി ബെഹനാൻ MPക്കും പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിൽ കത്ത് നൽകി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസിക ഉല്ലാസത്തിനായുള്ള തൂവൽ സ്പർശം എന്ന പേരിൽ കല്ലുംപുറം വിദ്യാ റെസിഡൻസിൽ കലാമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയൻ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ മാത്തുതോടിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായിട്ടും ചോർച്ച ശാശ്വതമായി പരിഹരിക്കാതെ അധികൃതർ. ശുദ്ധജലത്തിന്റെ കുത്തൊഴുക്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. റോഡിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് മാത്തുതോടിന് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ വെള്ളം വളരെയധികം പോകുന്നത് തീരെ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ തോട്ടിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് ഇതേവരെ വാട്ടർ അതോറിറ്റി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ MSc ഹോർട്ടിക്കൾച്ചർ പരീക്ഷയിൽ കൊടകര സ്വദേശിനിയായ വിദ്യാർത്ഥി ആദ്യ ഷിബു 1ാം റാങ്ക് നേടി. കൊടകര പേരാമ്പ്ര അപ്പോളോയിസ് ജീവനക്കാരൻ തുരുത്തുമ്പൽ ഷിബുവിന്റെയും മാള കാർമൽ കോളേജ് ബോട്ടണി വിഭാഗം HOD ഡോക്ടർ ബിന്ദുവിന്റെയും മകളാണ് ആദ്യ ഷിബു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ആദ്യ ഷിബു ഗോൾഡ് മെഡൽ ഏറ്റുവാങ്ങി. BSc ഹോർട്ടിക്കൾച്ചർ പരീക്ഷയിലും ആദ്യ ഷിബു 1ാം റാങ്ക് നേടിയിരുന്നു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, തോമസ് ഫ്രാങ്ക്സൺ, ഏകലവ്യ സമിതി സെക്രട്ടറി DG അജോ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുപത്തിയൊൻപതാമത് ടാസ് തൃശൂർ ആർട്സ് സൊസൈറ്റി അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനുള്ള 15 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെയാണ് നാടകോത്സവം. 10 നാടക സമിതികൾ നാടകോത്സവത്തിൽ പങ്കെടുക്കും. ഗാലപ്പ് പോൾ വഴിയാണ് വിധി നിർണ്ണയിക്കുന്നത്. ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ് പറഞ്ഞു. നാടകോത്സവ് 2025 അഥവാ തൃശൂർ ആർട്സ് സൊസൈറ്റി 29ാമത്തെ വർഷമായിട്ട് നടത്തി വരുന്ന നാടകോത്സവം ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ 29-ാം തീയതി വരെ തൃശ്ശൂർ ടൗൺ ഹാളിൽ നടത്തപ്പെടുകയാണ്. കേരളത്തിൽ ഗാലപ്പ് പോളിലൂടെ വിധി നിർണയം നടത്തുന്ന ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു നാടക ഉത്സവമാണ് സെപ്റ്റംബർ 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നത്. ശ്രീ ജോസ് ആലുക്കാസ് ചെയർമാനും ഡോക്ടർ AC ജോസ് ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു വിപുലമായ കമ്മിറ്റി ഇതിനോടകം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. CPM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CB സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MA ഷാജി, KS ബിജു എന്നിവർ സംസാരിച്ചു. തിരുവിലാമല ഗ്രാമീണ വായനശാലയുടെ 77ാം വാർഷികാഘോഷം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കർ അധ്യക്ഷനായി. തിരുവിലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ മുഖ്യാതിഥിയായി. ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി M രാജേഷ്, പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ, ബാബു പരശുറാം, ഗിരീഷ് രാധാകൃഷ്ണൻ, ഹരി പ്രസാദ്, N രാംകുമാർ, K ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മാള ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതി സംഘടിപ്പിച്ച അധ്യാപക ദിനാഘോഷം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T ഷൈല സമ്മാന വിതരണം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, വാർഡ് മെമ്പർ നിത ജോഷി, മാള BPC ഡോക്ടർ P ലിജു, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ TJ ജെയ്സൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമ്മർദ്ദങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാതെ വരാൻ ആഗ്രഹിക്കപ്പെടുന്നത്. പൊതുപ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായം തേടുന്നു. ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മറ്റത്തൂരിലെ സാമൂഹിക പ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. രോഗബാധിതനായ ഇദ്ദേഹത്തിന് ഹൃദയവാൽവ് ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന ആൻഡുവിന്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിനായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പിള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കോടാലിയുള്ള മറ്റത്തൂർ ശാഖയിൽ തുറന്നിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ് കൊടകര. എളവള്ളി യൂത്ത് ചേംബർ സംഘടിപ്പിച്ച 2 ആഴ്ചയോളം നീണ്ടുനിന്ന ഗ്രാമോത്സവത്തിന്
സമാപനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി നാടൻ കലാരൂപങ്ങൾ അണിനിരന്നു. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ACP C പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷത വഹിച്ചു. സർഫാസ് മുഹമ്മദ്, AS അഭിജിത്ത്, ബാജി കുറുമ്പൂർ, PP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെ KSU ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജയ്ജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, ഡോക്ടർ മനോജ് പുഷ്കർ, CV വിമൽ, സാരംഗ്, സുരേഷ്, റിച്ചൽ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നത്തങ്ങാടി അരിമ്പൂർ GUPS സ്കൂളിലെ 2004 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ പുനർനിർമ്മാണത്തിനായി സംഭാവന കൊടുത്തു. ബാച്ചിലെ വിദ്യാർത്ഥികളായ ജോസ്മി ജോസ്, CP പ്രജിത്ത് തുടങ്ങിയ വിദ്യാർത്ഥികൾ ചേർന്ന് നഴ്സറി ടീച്ചർ അന്നമ്മ സാന്നിധ്യത്തിൽ സംഭാവന കൈമാറി. ഏനമാങ്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1999 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നടന്നു. മികവ് തെളിയിച്ചവരെ ആദരിക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ, കലാസദനത്തിന്റെ ഗാനമേള എന്നിവ നടന്നു. KM പ്രമോദ്, PS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പരിപാടിക്ക് ഇല്ലാത്തതിനാൽ തന്നെ ഇന്നത്തെ ഈ സൗഹൃദ കുടുംബ സംഗമം മനക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം K രാകേഷ്, പ്രഭാകരൻ പനമുക്കത്ത്, നരേന്ദ്രൻ പാട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് 11-ന് പരിഗണിക്കും. പാലിക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി വീണ്ടും നാളെ പരിഗണിക്കും. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു. കോതപ്പറമ്പ് സെന്ററിന് സമീപമാണ് റോഡ് നെടുകെ പിളർന്നത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് യാത്രക്കാർ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. പവന് 80,000 കടന്ന് സ്വർണ്ണവില. ഗ്രാമിന് 10,110 രൂപയും പവന് 80,880 രൂപയിലും എത്തി. 33 മാസത്തിനിടയിൽ ഒരു പവന് വർദ്ധിച്ചത് 40,840 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.